ആശുപത്രിയിൽ പോകാൻ ഇത്രയും മടിയുള്ള ഒരു കുഞ്ഞ്. പേടിയാന്ന് കേട്ടോ, മടിയല്ല. അവൾക്ക് പേടി അവിടെ പോയി കഴിഞ്ഞാൽ അവളെ കൈ കുത്തിയിട്ട് ചോര എടുക്കുമോ എന്നുള്ള ടെൻഷനാണ്. ഞാൻ പറഞ്ഞാന്ന് അവളോട് അങ്ങനെയൊന്നും ഇല്ല, ജലദോഷപ്പനിയല്ലേ, സൂചി പോലും ബുക്കില, മരുന്ന് തന്നിട്ട് വിടുമെന്ന് കേട്ടിട്ടാ. വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഒട്ടും കഴിയുന്നില്ല കേട്ടോ. എങ്ങനെയല്ലോ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. എണീക്കാൻ പോലും പറ്റുന്നുണ്ടായിട്ട് ആ ഒരു അവസ്ഥയിലാണ് ഉണ്ണി ഉണ്ടായത്. പിന്നെ അധികം ബലപ്രയോഗത്തിന് ഉണ്ണി അതുകൊണ്ട് എന്നോട് നിന്നില്ല കേട്ടോ. എന്നെ കാണിക്കാനാണ് ഈ ഒരു ഗോഷ്ടിയൊക്കെ കാണിക്കുന്നത്. ഓക്ക് കുഴപ്പമില്ല. ഉച്ച കഴിഞ്ഞിട്ട് അവൾ പുതച്ച് മൂടി കിടക്കലായിരുന്നു തണുത്തിട്ട്. അവൾ സാധാരണ അങ്ങനെ കിടക്കാറില്ല കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി ഡോക്ടറെ കാണിച്ചിട്ട് അപ്പോൾ വലിയ ടെമ്പറേച്ചർ കണ്ടി രാത്രിയാകുമ്പോൾ പനി കൂടും മോളേന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വൈകുന്നേരമെങ്കിലും ആശുപത്രിയിൽ വരാൻ ആൾ കേട്ടത് കേട്ടോ. ഇപ്പം ആണെങ്കിൽ എല്ലായിടത്തും പനിയാണ്. ഇങ്ങനെ കഴിയാനുണ്ടാകുമ്പോൾ നമ്മൾ അധികവും പോകുന്നത് ഇതുപോലുള്ള ക്ലിനിക്കിലും പിന്നെ നമ്മളുടെ അടുത്ത് തൊട്ടടുത്ത് PHC ഒക്കെ ഉണ്ട്, ആടെയൊക്കെയാണ് കേട്ടോ. കാരണം കാഞ്ഞങ്ങാട് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അത്രയും ബുദ്ധിമുട്ടുകൾ കൂടുതലൊക്കെ വരുമ്പോഴാണ് നമ്മൾ കാഞ്ഞങ്ങാടേക്ക് പോകാറുള്ളത്. ക്ലിനിക്കിൽ ഇന്ന് ഞാൻ പോകുമ്പോഴേക്ക് കുഞ്ഞോളുടെ ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സമാധാനമായി. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി. കഴിയാത്തതുകൊണ്ട് തന്നെ ഉണ്ണി ഒരുമാതിരി ഉണ്ടായിരുന്നു കേട്ടോ. ഓളൊന്ന് ഓക്കെ ആക്കാൻ ഞാൻ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞ് ഓളൊന്ന് ചിരിപ്പിക്കാൻ നോക്കിയായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് മരുന്നെല്ലാം കൊടുത്തിട്ട് ഓളൊന്ന് സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.